കൊൽക്കത്തയിലെ സമരം അവസാനിപ്പിക്കണമെന്ന സുപ്രീം കോടതി നിർദ്ദേശം അംഗീകരിക്കില്ലെന്ന് ഡോക്ടർമാർ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ PG ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചാരംഭിച്ച സമരം തുടരുമെന്ന് ജൂനിയർ ഡോക്ടർമാർ. സമരം അവസാനിപ്പിക്കണമെന്ന സുപ്രീം കോടതി നിർദ്ദേശം അംഗീകരിക്കില്ലെന്നാണ് ഡോക്ടർമാരുടെ നിലപാട്. വനിതാ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ ഇടപെട്ട സുപ്രീം കോടതി ഇന്നലെ പ്രതിഷേധം അവസാനിപ്പിച്ച് സേവനം തുടരാൻ സമരം ചെയ്യുന്ന ഡോക്ടർമാരോട് നിർദ്ദേശിച്ചിരുന്നു. കൊൽക്കത്ത പോലീസ് കമ്മീഷണറും ആരോഗ്യ സെക്രട്ടറിയും രാജിവെക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. ആരോഗ്യവകുപ്പ് ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുമെന്നും ജൂനിയർ ഡോക്ടർമാർ അറിയിച്ചു. ഇന്ന് വൈകിട്ട് 5 മണിക്കുള്ളിൽ ജോലിയിലേക്ക് മടങ്ങണമെന്നാണ് കോടതി ഇന്നലെ നിർദ്ദേശിച്ചിരുന്നത്. പൊതുസമൂഹത്തിന് സേവനം നൽകാൻ ഡോക്ടർമാർക്ക് ബാധ്യതയുള്ള കാര്യം മറക്കരുതെന്നും ഡോക്ടർമാർ തിരികെ പ്രവേശിച്ചില്ലെങ്കിൽ പശ്ചിമബംഗാൾ സർക്കാരിന് നടപടി സ്വീകരിക്കാമെന്നും സുപ്രീം കോടതി അറിയിച്ചിരുന്നു. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, JB പർദിവാല, മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് നിർദ്ദേശം. ഡോക്ടർമാരുടെ ആശങ്കകൾ പരിഹരിക്കണമെന്നും അവരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും പശ്ചിമബംഗാൾ സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു. അതിനായി CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്നും വിശ്രമമുറികൾ ഒരുക്കണമെന്നും ആവശ്യമായ മറ്റ് ഘടനാപരമായ മാറ്റങ്ങൾ വരുത്തണമെന്നും കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മതിയായ ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്ന് 23ഓളം രോഗികൾ മരിച്ചെന്ന് സീനിയർ അഡ്വക്കേറ്റ് കപിൽ സിബലിന്റെ വാദത്തെ തുടർന്നാണ് സുപ്രീം കോടതി ഡോക്ടർമാരുടെ സമരം അവസാനിപ്പിക്കണമെന്ന് ഉത്തരവ് നൽകിയത്.